ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സിനെ പറ്റിയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഏത് തരം ഫ്രൂട്ട്സാണ് കഴിക്കാൻ പറ്റുന്നതെന്ന്. എല്ലാ ഫ്രൂട്ട്സിനകത്തും മധുരത്തിൻ്റെ അളവ് ഉണ്ട്. നാച്ചുറൽ ഷുഗർ ഉള്ളതാണ് എല്ലാ ഫ്രൂട്ട്സിനകത്തും. പക്ഷേ അത് കഴിക്കുന്നത് കൊണ്ട് ചില ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചിലത് നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ആദ്യമായിട്ട് ആപ്പിളിൻ്റെ കാര്യം നോക്കാം. ആപ്പിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. പക്ഷേ അത് ചെറിയ അളവിൽ ഷുഗർ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ആപ്പിൾ കഴിക്കുന്നത് മൂലം 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് വയറ് നിറഞ്ഞതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും ആപ്പിൾ കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ കൂടുതൽ ഫുഡ് നമ്മൾ കഴിക്കില്ല. അതുപോലെ തന്നെ ഈ ആപ്പിൾ കഴിക്കുന്നത് മൂലം ഹൃദയാരോഗ്യത്തിനും അത് വളരെ നല്ലതാണ്. ഈ 2 ഗുണങ്ങളാണ് ആപ്പിൾ കഴിക്കുന്നത് കൊണ്ട് കിട്ടുന്നത്. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. ഓറഞ്ചിനകത്ത് വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇതിനകത്ത് കുറവായതുകൊണ്ട് ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസ് ഇതിന് കുറവാണ്. അടുത്തതായിട്ട് ഉള്ളത് പേരയ്ക്കയാണ്. പേരയ്ക്ക എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണിത്. പേരയ്ക്കകത്ത് ഫൈബർ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് പേരയ്ക്ക വളരെ നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ സിയും കൂടുതലുണ്ട്. ഇതുപോലെ തന്നെ ഡൈജഷൻ ഇത് നല്ലതാണ്. ഡൈജഷന് വർദ്ധിപ്പിക്കാനായിട്ടും പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളത് തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ എന്ന് പറയുന്നതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അത് കഴിക്കുന്നത് മൂലം ഹൈഡ്രേറ്റഡ് ആവും. പക്ഷേ ഷുഗറിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഉള്ളത് ബെറി ഫലങ്ങളാണ്. അതായത് ബ്ലൂബെറി, സ്ട്രോബെറി, ഇതുപോലെയുള്ള ബെറി ഐറ്റംസ്. അതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട് ഈ ഒരു ഫ്രൂട്ട് സഹായിക്കും. അതുപോലെ ഷുഗറിൻ്റെ അളവ് വളരെ കൂടുന്നത് ഇത് കുറയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഇത് കഴിച്ചെന്ന് കരുതി കുഴപ്പമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിളാണ്. പൈനാപ്പിൾ കഴിക്കുന്നത് മൂലം അത് ഡൈജഷനെ സഹായിക്കും. പക്ഷേ അതിൻ്റെ അളവ്, അതിനകത്തിലെ നാച്ചുറൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു പീസ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബനാന ഉണ്ട്. ബനാന കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയൊരു പഴം കഴിച്ചു എന്ന് കരുതി കുഴപ്പമില്ല. പക്ഷേ മധുരം കുറവുള്ള പഴം വേണം കഴിക്കാനായിട്ട്. പിന്നെ മാങ്ങയാണ്. പഴുത്ത മാങ്ങയ്ക്കകത്ത് നാച്ചുറൽ ഷുഗർ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ചെറിയ അളവിൽ, അതായത് 1 പീസ് 2 പീസ് അങ്ങനെയുള്ള ചെറിയ അളവിൽ മാത്രം മാങ്ങ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഗ്രേപ്സിനകത്ത് ഷുഗർ കൂടുതലാണ്. അപ്പോൾ അത് കഴിവതും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാച്ചുറലായിട്ട് കിട്ടുന്ന ഈ ഷുഗർ ഐറ്റംസ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഡയബറ്റിക് പേഷ്യൻസിന് അത് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഷുഗർ കുറവാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഫ്രൂട്ട്സൊക്കെ എടുത്ത് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ചില ആൾക്കാർക്കെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് പല ആൾക്കാർക്കും ഇഷ്ടം. അപ്പോൾ ഈ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴത്തേക്ക് ഷുഗറുള്ള ആൾക്കാർക്ക് ഷുഗറിൻ്റെ അളവ് കൂടും. അപ്പോൾ നിങ്ങൾ കഴിവതും ഡയബറ്റിക് പേഷ്യൻസ് ജ്യൂസ് കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളത് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുക. അതായത് ഇപ്പം ആപ്പിളാണെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുക. അതുപോലെ തന്നെ പൈനാപ്പിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പീസ് കഴിക്കാനായിട്ട് നോക്കുക. തണ്ണിമത്തനാണെങ്കിലും ചെറിയൊരു പീസ് കഴിക്കാനായിട്ട് നോക്കുക. അങ്ങനെ കഴിക്കാവുള്ളൂ. അല്ലാതെ എനിക്ക് ഷുഗറിൻ്റെ അളവ് ഒരുപാട് നോർമലാണ്, ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ ഒരുപാട് എടുത്ത് വെച്ച് കഴിക്കാനായിട്ട് നോക്കരുത്.